ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയൊരു പ്രത്യേകത കാണാനുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും നല്ല പ്രതികരണമാണ് LDF-ന് അനുകൂലമായി ഉയരുന്നത്. ഇത് BJP-ക്കും കോൺഗ്രസിനും UDF-നും ഒരേപോലെ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണം കേരളത്തോട് കോൺഗ്രസും BJP-യും കാണിക്കുന്ന മനോഭാവത്തോടുള്ള പ്രതികരണമാണ്. കാരണം കേരളത്തോടൊരു ശത്രുതാഭാവമാണ് ഈ രണ്ടു കൂട്ടർക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ളൊരു വികാരം പൊതുവെ ഉയർന്നു വന്നിരിക്കുക. അപ്പോൾ സംശയരഹിതമായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അതിനനുസൃതമായ വിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആ വിധിയെ UDF-ഉം BJP-യും ഒരുപോലെ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി കാണാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടമാകുമ്പോൾ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ചർച്ച ചെയ്യപ്പെടുക. പക്ഷേ ഈ രണ്ടു കൂട്ടരും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും ഒരു തരത്തിലുള്ള പ്രതികാര ബുദ്ധിയുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. അത് പൂർണ്ണമായും മറച്ചുവെക്കാനാണ് ഈ രണ്ടു കൂട്ടർക്കും താല്പര്യം. എന്നിട്ട് UDF-ന്റെ വാദം BJP-യുടെ വാദമായിട്ട് തന്നെ മാറുക. അതായത് കേരളം കടമെടുത്ത് മുടിയുകയാണ്. ഇതാണ് രണ്ടു കൂട്ടരും ഉയർത്തുന്ന വാദം. ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെടുത്താൽ കേന്ദ്ര ഗവൺമെൻറ് കടമെടുക്കുന്നുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം 1957 മുതൽ കേരളത്തിൽ നിലവിൽ വന്ന എല്ലാ സർക്കാരുകളും കടമെടുത്തിട്ടുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കടമെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പട്ടികയെടുത്താൽ ഈ കൂടുതൽ കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തെ കാണാൻ കഴിയില്ല. അപ്പോൾ നാം കാണേണ്ടത് പലരും ചിത്രീകരിക്കുന്നത് പോലെ നമ്മൾ കടക്കണിയിൽപ്പെട്ട ഒരു സംസ്ഥാനമല്ല.